എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പിറ്റേന്നു രാവിലെ തന്നെ ചുമട്ടുകാരൻ സിന്ദബാദും മറ്റതിഥികളും നാവികൻ സിന്ദബാദിന്റെ വീട്ടിലെത്തി. എല്ലാവരും വിഭവസമൃദ്ധമായ സദ്യയിൽ പങ്കുചേർന്നു. പൊരിച്ച ആട്ടിറച്ചിയും കോഴിയിറച്ചിയും അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും എന്നുവേണ്ട അവിടെ ഇല്ലാത്ത വിശിഷ്ട വിഭവങ്ങൾ ചുരുക്കമായിരുന്നു. വിരുന്നു കഴിഞ്ഞ് അതിഥികൾ നിശബ്ദരായിരിക്കെ സിന്ദബാദ് അവരോട് പറഞ്ഞു, ഞാൻ ഏറ്റവും സന്തോഷകരമായ ജീവിതം നയിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ കടൽ യാത്രകളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണരാൻ തുടങ്ങി. അന്യനാടുകൾ കാണാനും അപരിചിതരായ ജനങ്ങളോട് ഇടപഴകാനുമുള്ള താല്പര്യം വർദ്ധിച്ചപ്പോൾ ഞാൻ ചന്തയിൽ പോയി വളരെ വലിയ തുകയ്ക്കുള്ള ചരക്കുകൾ വാങ്ങി. ആ സമയം ഒരു പുതിയ കപ്പൽ തുറമുഖത്തടുത്തിരുന്നു. അതിൽ ചരക്കുകൾ കയറ്റി മറ്റു കച്ചവടക്കാർക്കൊപ്പം ഞാൻ യാത്ര തിരിച്ചു. നീണ്ട യാത്രയായിരുന്നു. അനേകം ദ്വീപുകൾ കണ്ടു. പല തുറമുഖങ്ങളിലും നങ്കൂരമിട്ടു. അവിടെയെല്ലാം കൊടുക്കൽ വാങ്ങലുകൾ നടത്തി. വിധിനിയോഗം കൊണ്ടാവാം നല്ല പച്ചപ്പുള്ള ഒരു ദ്വീപ് ഞങ്ങളെ മാടി വിളിച്ചു. വൃക്ഷങ്ങൾ ഇടതിങ്ങി വളർന്ന, പൂക്കളും പക്ഷികളും നിറഞ്ഞ, പൂഞ്ചോലകൾ കളകളം പാടിയൊഴുകുന്ന ആ ദ്വീപിൽ ഏതാനും മണിക്കൂറുകൾ ചെലവിടാൻ തീരുമാനിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി. അല്പം ആഹാരവുമായി പുഴയോരത്ത് ചെന്ന ഞാൻ ഭക്ഷണം കഴിഞ്ഞ് പുഴയിലെ വെള്ളം കുടിച്ച് ഇളംതന്നലേറ്റ് ഒന്ന് മയങ്ങി. കണ്ണു തുറന്നപ്പോൾ കൂട്ടുകാരെ ആരെയും കണ്ടില്ല. കടൽ തീരത്തു ചെന്നപ്പോൾ അകലെയായി ചക്രവാളത്തിൽ മറയുന്ന കപ്പൽ പാമര മാത്രം കണ്ടു. ഞാൻ കപ്പലിൽ കയറിയില്ലെന്ന് അറിയാതെ അവർ യാത്ര തിരിച്ചതാണ്. ഭക്ഷണ സാധനങ്ങളൊന്നുമില്ലാതെ ഞാൻ ഈ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ അതോർത്ത് തളർന്നുപോയി. ഹൃദയം പൊട്ടി മരിക്കുമെന്ന് തോന്നി. ഞാൻ നിരാശനായി സ്വയം പറഞ്ഞു, എപ്പോഴും കഷ്ടകാലത്ത് ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന് കരുതേണ്ട. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒരാളെ വിജനമായ ദ്വീപിൽ കണ്ടെത്തുകയും അയാൾ എന്നെ മനുഷ്യവാസമുള്ളിടത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇപ്പോൾ യാതൊരു ആശയ്ക്കും വഴിയില്ല. ഞാനപ്പോൾ കരയാനും വിലപിക്കാനും തുടങ്ങി. ഞാൻ എന്നെ തന്നെ ശപിച്ചു. യാതൊന്നിനും കുറവില്ലാതെ സുഖസമൃദ്ധമായി തിന്നും കുടിച്ചും കഴിഞ്ഞിരുന്നവനായിരുന്നു ഞാൻ. പണവും സാമാനങ്ങളും വീടും ഭൂമിയും വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് വീണ്ടും കടൽ യാത്രയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കാനായി ഇറങ്ങിത്തിരിച്ചത്. ബാഗ്ദാദ് വിട്ടുപോന്നതിൽ ഞാൻ പശ്ചാത്തപിച്ചു. അതും എത്രയോ കഷ്ടപ്പെട്ട് നരകയാതന അനുഭവിച്ച ശേഷമാണ് ഒന്നാമത്തെ കടൽ യാത്രയിൽ ജീവൻ രക്ഷിച്ചത് എന്നറിയാമായിരുന്നിട്ടും. സത്യമായും നമ്മൾ അള്ളായുടെ സ്വന്തമാണ്. അവന്റെ അടുത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. ഞാൻ പ്രേതബാധയേറ്റവനെ പോലെ ഒരു ഭ്രാന്തനായി മാറി. ഞാൻ എഴുന്നേറ്റ് ദ്വീപിൽ അലക്ഷ്യമായി നടന്നു. നല്ല പൊക്കമുള്ള ഒരു വൃക്ഷത്തിൽ കയറി ഞാൻ ആ ഭാഗത്തേക്കും ദൃഷ്ടി പായിച്ചു. എന്നാൽ ആകാശവും കടലും വൃക്ഷങ്ങളും മണൽപ്പരപ്പുമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. എന്തായാലും അല്പസമയത്തിനു ശേഷം എന്റെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകൾ വലിയൊരു വെളുത്ത സാധനത്തിൽ പതിച്ചു. ദ്വീപിന്റെ ഉൾഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ മരത്തിൽ നിന്നും ഇറങ്ങി ആ സാധനത്തിനരികിലേക്ക് നടന്നു. അത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു വെളുത്ത ഗോപുരമായിരുന്നു. വലിയൊരു വൃത്തമാണ് അതിന്റെ ഉപരിതലം. ഞാൻ അതിനു ചുറ്റും നടന്നു നോക്കി. വാതിലൊന്നും കാണാനില്ല. വളരെ മിനുസമുള്ള ഉപരിതലമായതിനാൽ അതിൽ പൊത്തിപ്പിടിച്ച് കയറാനും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ ചുറ്റളവെടുക്കാനായി തീരുമാനിച്ചു. അതിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തി അതിനെ ചുറ്റി നടന്നു. 50 ചുവടാണ് അതിന്റെ ചുറ്റളവ് എന്ന് ഞാൻ അളന്ന് തിട്ടപ്പെടുത്തി. അതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചു. അന്തരീക്ഷം ഇരുണ്ട് മൂടിക്കെട്ടിയതായി തോന്നി. ഒരു കാർമേഘം വന്ന് സൂര്യനെ മറച്ചതാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അത് വേനൽക്കാലമാണല്ലോ. ഞാനപ്പോൾ വിസ്മയത്തോടെ തല ഉയർത്തി ആകാശത്തേക്ക് നോക്കി. എന്നാൽ അത് കാർമേഘമല്ലെന്നും ഭീമാകാരനായൊരു പക്ഷിയാണെന്നും എനിക്ക് മനസ്സിലായി. അതികായനായ ആ പക്ഷി പറക്കുമ്പോൾ
അസാധാരണമാമിതം വിശാലമായ അതിന്റെ ചിറകുകൾ സൂര്യനെ മറയ്ക്കുന്നു. അത് ദ്വീപിലേക്ക് പറന്നെത്തിയപ്പോൾ സൂര്യൻ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇതുകണ്ട് എന്റെ അത്ഭുതം പതിന്മടങ്ങായി. കുട്ടിക്കാലത്ത് സഞ്ചാരികൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ഓർത്തു. ആനയെ റാഞ്ചാൻ കരുത്തുള്ള റൂക്ക് എന്ന പക്ഷിയുണ്ടത്രേ. അത്തരത്തിലുള്ള ഒരു പക്ഷിയാണിത്. ഈ വെളുത്ത ഗോളം അതിന്റെ മുട്ടയും. പക്ഷി താഴെ വന്ന് മുട്ടയുടെ ഇരുവശത്തും കാലുകൾ നിലത്തൂന്നി ചിറകുകൾ കൊണ്ട് പൊതിഞ്ഞ് ഉറക്കമായി. പക്ഷിയുടെ ഒരു കാലിനടുത്ത് മലർന്നു കിടന്ന് ഞാൻ മുകളിലേക്ക് നോക്കി. ഒരു വൻ വൃക്ഷത്തിന്റെ വലിപ്പമുണ്ട് ആ കാലിന്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് തലപ്പാവ് വലിച്ചു കീറി പിരിച്ചു കയറാക്കി ഒരറ്റം അരയിൽ മുറുക്കി കെട്ടി. മറ്റേ അറ്റം പക്ഷിയുടെ ഒരു കാലിലും ബലമായി ബന്ധിച്ചു. എന്നെങ്കിലും ഈ പക്ഷി ഇവിടെ നിന്ന് പറന്നു പോകുമല്ലോ. അന്നു ഞാൻ രക്ഷപ്പെടും. എവിടെയായാലും ഈ ആളൊഴിഞ്ഞ ദ്വീപിനേക്കാൾ മെച്ചമായിരിക്കും. പക്ഷി എന്നെ ശ്രദ്ധിച്ചതേയില്ല. ഉറുമ്പോ ഈച്ചയോ മറ്റോ ആണെന്ന് അതിന് തോന്നിയിരിക്കണം. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഭീതിയോടെ ഞാൻ കിടന്നു. പെട്ടെന്നെങ്ങാനും ആ പക്ഷി പറന്നുയർന്നെങ്കിലോ. നേരം വെളുത്ത് സൂര്യപ്രകാശം പരക്കാൻ തുടങ്ങിയപ്പോൾ റൂക്ക് മുട്ടയിൽ നിന്നും എഴുന്നേറ്റ് ചിറകുകൾ വിരിച്ച് ഭയങ്കരമായ കരച്ചിലോടെ എന്നെയും കൂട്ടി ആകാശത്തേക്ക് പറന്നുയർന്നു. അതിന്റെ ഉയരങ്ങളിലേക്കുള്ള പറക്കൽ കണ്ട് ആകാശത്തിന്റെ അറ്റത്തെത്തിയെന്ന് ഞാൻ കരുതി. പിന്നീടത് മെല്ലെ താഴുവാൻ തുടങ്ങി. ഒരു ഉയർന്ന കുന്നിൻപുറത്ത് അതിരുന്നു. ഉറച്ച ഭൂമിയിൽ സ്പർശിച്ചെന്നറിഞ്ഞ ഉടനെ ഞാൻ ധൃതി പിടിച്ച് എന്റെ കെട്ടുകൾ അഴിച്ചു. പക്ഷിയെ നോക്കി പേടിച്ചു വിറച്ചുകൊണ്ടായിരുന്നു ഞാൻ ഈ പണിയിൽ ഏർപ്പെട്ടതെങ്കിലും അതെന്നെ ശ്രദ്ധിച്ചതേയില്ല. ഞാൻ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയതുമില്ല. കാലിൽ നിന്ന് ഞാൻ തലപ്പാവിന്റെ കെട്ട് ഊരിയ ശേഷം പരമാവധി വേഗത്തിൽ അവിടെ നിന്നും ഓടി. പക്ഷി എന്നെ ശ്രദ്ധിക്കാതെ വലിയ ഒരു കറുത്ത വസ്തുവിനെ കാലുകൾ കൊണ്ട് കോർത്തെടുത്ത് പറന്നുപോയി. ഭയങ്കരനായ ഒരു സർപ്പമായിരുന്നു അത്. ചുറ്റുപാട് നോക്കിയപ്പോൾ എന്റെ മജ്ജ മരവിച്ചുപോയി. അഗാധമായൊരു മലയിടുക്കിലാണ് ഞാൻ അകപ്പെട്ടിട്ടുള്ളത്. മുകളിലേക്ക് നോക്കിയാൽ തലചുറ്റും. കയറിച്ചെല്ലാൻ സാധ്യമേയല്ല. ആളില്ലാ ദ്വീപിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. പഴങ്ങളും പച്ചവെള്ളമെങ്കിലും കിട്ടും. ഇവിടെ പട്ടിണി കിടന്നു ചാകാനായിരിക്കും വിധി. ഒരാപത്തിൽ നിന്നും കൂടുതൽ ഭയാനകമായ മറ്റൊരു വിപത്തിലേക്കാണ് ഞാൻ മുതലക്കൂപ്പ് കുത്തിയത്. ഞാൻ ചുറ്റും നോക്കി. എങ്ങും രത്നങ്ങളാണ്, പല വലിപ്പത്തിലുള്ളത്. പർവ്വതത്തിൽ നിന്നും അടർന്നു വീണതാണ്. ചിലയിടത്ത് കൂന കൂട്ടിയതുപോലെ രത്നകൂമ്പാരങ്ങൾ. ആ ഭൂമി നിറയെ വജ്രപ്പാറകളാണ്. പൊട്ടിച്ചെടുത്താൽ വിലപിടിച്ച രത്നക്കല്ലുകളാക്കാം. രത്നങ്ങളുടെ ഭംഗി കണ്ട് ഞാൻ മതിമറന്നു നിൽക്കുമ്പോൾ മറ്റൊരു ഭയാനകമായ കാഴ്ച ഞാൻ കണ്ടു. നിധിയുടെ കാവൽക്കാർ, കറുത്തു തടിച്ച കരിമ്പനം പോലുള്ള വിഷപ്പാമ്പുകൾ നാലുപാടും ഇഴഞ്ഞു നടക്കുന്നു. ഒരാനയെ വിഴുങ്ങാനുള്ള കരുത്തുണ്ട് അവയ്ക്കോരോന്നിനും. നേരം പുലർന്നതുകൊണ്ട് അവ മാളങ്ങളിലേക്ക് മടങ്ങുകയാണ്. പകൽ സമയം വർഗശത്രുവായ റൂക്ക് എന്ന പക്ഷിയെ പേടിച്ച് ഒളിച്ചിരിക്കും. രാത്രിയാണ് ഇരതേടി പുറത്തിറങ്ങുന്നത്. നേരം അസ്തമിക്കാറായി. രാത്രി കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം ഞാൻ തിരഞ്ഞു നോക്കി. പാമ്പുകളെ ഓർത്ത് എനിക്ക് പേടി തോന്നി. ജീവഭയത്താൽ വിശപ്പും ദാഹവും ഒന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. സിന്ദബാദ്, നിനക്കിത് വേണം. അടങ്ങാത്ത ആർത്തിയാണ് നിന്നെ ഈ നിലയിലാക്കിയത്, ഞാൻ തന്നെത്താൻ പറഞ്ഞു. ഇരുട്ടുന്നതുവരെ ഞാൻ അവിടെ പതുങ്ങിയിരുന്നു. ഇടുങ്ങിയ ഒരു ഗുഹ എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞാൻ അതിനുള്ളിൽ കയറി വലിയൊരു കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് അതിന്റെ പ്രവേശനദ്വാരം അടച്ചു. ഞാൻ ആ ഗുഹ മുഴുവൻ വീക്ഷിച്ചു. അപ്പോഴാണ് കാണുന്നത്, അതിന്റെ മുകൾ ഭാഗത്ത് ഒരു വലിയ പാമ്പ് മുട്ടയ്ക്ക് മീതെ അടയിരിക്കുകയാണ്. എന്റെ രക്തം തിളച്ചു. രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഞാൻ എന്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി. എല്ലാം വിധി പോലെ വരട്ടെ എന്ന് കരുതി ആ രാത്രി മുഴുവൻ ഉറങ്ങാതെയിരുന്നു. നേരം പുലർന്നപ്പോൾ ഗുഹാമുഖത്തെ കല്ല് നീക്കി പുറത്തു കടന്നു. ഭീതിയും വിശപ്പും മൂലം ഒരു മദ്യപാനിയെപ്പോലെ ആടിയാടി നടന്നു നീങ്ങി. അപ്പോൾ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നിൽ ഒരു വലിയ മാംസപിണ്ഡം കിടക്കുന്നത് കാണാനിടയായി.
മുമ്പ് വ്യാപാരികളും തീർത്ഥാടകരും സഞ്ചാരികളും മറ്റും പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഞാനപ്പോൾ ഓർത്തത്. ഭീകരമായ പർവ്വതങ്ങളിലാണ് വജ്രമുള്ളത്. അപകടഭീതിയും കഷ്ടപ്പാടും മൂലം അവിടേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല. എന്നാൽ വജ്രവ്യാപാരികൾക്ക് വജ്രം നേടാൻ ഒരു ഉപായമുണ്ട്. അതായത് അവർ ഒരു ആടിനെ കൊന്ന് തൊലിയുരിച്ച് വലിയ കഷ്ണങ്ങളാക്കി മലമുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് എറിയുന്നു. പുത്തൻ മാംസം ചോര പുരണ്ടിരിക്കുന്നതിനാൽ വജ്രക്കല്ലുകൾ അതിലൊട്ടിപ്പിടിച്ചിരിക്കും. ഉച്ചവരെ അതങ്ങനെ കിടക്കും. പിന്നെ പരുന്തുകളും കഴുകന്മാരും റൂക്ക് തുടങ്ങിയ പക്ഷികളും അതിലെ ചുറ്റിപ്പറന്നു വന്ന് ആ മാംസകഷ്ണങ്ങൾ നഖങ്ങൾ കൊണ്ട് പൊക്കിയെടുത്ത് മലമുകളിലേക്ക് പറക്കുന്നു. അവിടെ വ്യാപാരികൾ എത്തി അവയ്ക്ക് നേരെ ഒച്ചവെച്ച് പേടിപ്പിച്ച് ഇറച്ചി കഷ്ണങ്ങളിൽ നിന്നും അകറ്റുന്നു. പിന്നെ അവർ ഇറച്ചി കഷ്ണങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വജ്രങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നു. ഇറച്ചി കഷ്ണം പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി അവിടെ ഉപേക്ഷിക്കുന്നു. ഈ ഉപായത്തിലൂടെയല്ലാതെ ആർക്കും വജ്രമുള്ളിടത്തേക്ക് എത്താനാവില്ല. ആ ഇറച്ചി കഷ്ണങ്ങൾ കണ്ടപ്പോൾ ഈ കഥ എന്റെ ഓർമ്മയിൽ വന്നു. ഞാൻ അതിനടുക്കൽ ചെന്ന് മാംസത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അമൂല്യ വജ്രങ്ങൾ പെറുക്കിയെടുത്ത് എന്റെ ഉടുപ്പിന്റെ പോക്കറ്റുകളിൽ നിറച്ചു. പിന്നെ ഷോളിലും തലപ്പാവിലും വജ്രങ്ങൾ നിറച്ച് ഭാണ്ഡമാക്കി കെട്ടി. ഞാൻ അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വലിയ ഇറച്ചി കഷ്ണം എന്റെ മുന്നിൽ വന്നു വീണു. ഞാൻ അതെടുത്ത് നെഞ്ചത്ത് വെച്ച് ചുറ്റിപ്പിടിച്ചു. ഞാൻ അതെടുത്ത് പിടിച്ചപ്പോഴേക്കും ഒരു കഴുകൻ പറന്നുവന്ന് അതിന്റെ നഖങ്ങൾ കൊണ്ട് മാംസത്തിൽ പിടികൂടി മുകളിലേക്ക് പറന്നുയർന്നു. ഞാൻ അതിന്റെ കാലിൽ ഞാന്നു കിടക്കുകയാണ്. അതൊരു മലയുടെ ശിഖരത്തിൽ പറന്നു ചെന്നിരുന്നു. കഴുകൻ ആ മാംസപിണ്ഡം നിലത്തിട്ട് അത് ഭക്ഷിക്കാൻ ഒരുങ്ങി. ഉടനെ പിന്നിൽ നിന്ന് ബഹളം കേട്ടു. മരത്തടി കൊണ്ട് അടിക്കുന്ന ശബ്ദവും. അത് കേട്ട് ഭയപ്പെട്ട കഴുകൻ പറന്നുപോയി. അപ്പോൾ ഞാൻ ശരീരത്തിൽ മുറുക്കി പിടിച്ചിരുന്ന മാംസം താഴെയിട്ട് മാറി നിന്നു. ഉടനെ കഴുകനെ പേടിപ്പിച്ചോടിച്ച വ്യാപാരി അവിടെ എത്തി. ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടു പോയി. എന്നാൽ ഒന്നും മിണ്ടാതെ ഇറച്ചിക്കഷ്ണത്തിനടുത്തു ചെന്ന് അത് തിരിച്ചു മറിച്ചു നോക്കി. അതിൽ വജ്രമൊന്നും കാണാതായപ്പോൾ ആശ്ചര്യത്തോടെ നിലവിളിച്ചു, കഷ്ടം! എന്തൊരു നിരാശ! സർവശക്തനായ അല്ലാ, ഞങ്ങളുടെ രക്ഷിതാവേ, അങ്ങയുടെ അനുഗ്രഹം പിശാചിന്റെ ബാധയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ അയാൾക്ക് ശാന്തി നേർന്നു. പ്രത്യഭിവാദനം ചെയ്യാതെ ക്രുദ്ധനായി അയാൾ എന്നെ നോക്കി. അയാൾ ചോദിച്ചു, നീ ആരാണ്? എന്റെ വക മോഷ്ടിക്കാൻ നിനക്കെന്തു കാര്യം? പേടിക്കണ്ട സുഹൃത്തേ, ഞാൻ കള്ളനല്ല, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വകയൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ കരുതുന്നത് പോലെ പ്രേതമോ പിശാചോ ഒന്നുമല്ല ഞാൻ. ഞാനൊരു വ്യാപാരിയാണ്. നിർഭാഗ്യവശാൽ ഇവിടെ വരാനിടയായി. ആ കഥ ഞാൻ പറയാം. അതിനു മുമ്പ് താഴെ നിന്നും ഞാൻ ശേഖരിച്ച കുറെ രത്നങ്ങൾ നിങ്ങൾക്കു തരാം. വേട്ടക്കാരന് സന്തോഷമായി. അയാൾ എനിക്ക് 1000 നന്ദി പറഞ്ഞു. യജമാനെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഇത്രയും വലിയ രത്നങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഇതിൽ ഒരെണ്ണം മതി ആജീവനാന്തം എനിക്ക് സുഖമായി ജീവിക്കാൻ. അയാൾ ചുറ്റുമുള്ള കുന്നുകളിൽ താവളമടിച്ചിരുന്ന വേട്ടക്കാരെ വിളിച്ചു വരുത്തി. അവരെനിക്ക് സ്വാഗതമോതി ശാന്തി നേർന്നു. എന്റെ കഥ ഞാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അന്നുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ലാത്ത അഗാധമായ കിടങ്ങിൽ നിന്ന് പുറത്തു വന്ന എന്നെ അവർ അഭിനന്ദിച്ചു. വിശപ്പും ക്ഷീണവും കൊണ്ട് തളർന്ന എന്നെ അവർ കൂടാരത്തിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നു. ഒരു രാത്രിയും പകലും ഞാൻ ഉറങ്ങി. 2ാമത്തെ ദിവസം രാവിലെ കടൽ തീരത്തേക്ക് അവരെന്നെ ആനയിച്ചു. അത്യാപത്തിൽ നിന്നും വീണ്ടും രക്ഷപ്പെട്ട ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്നു. കുറെ നേരം കടലിൽ സഞ്ചരിച്ച് ഞങ്ങൾ ഒരു ദ്വീപിലെത്തി. വൻ വൃക്ഷങ്ങൾ നിറഞ്ഞ ദ്വീപായിരുന്നു. ആ വൃക്ഷങ്ങളുടെ തടിയിൽ നിന്നും വെളുത്ത നിറത്തിൽ സുഗന്ധമുള്ള ഒരു വസ്തു ലഭിച്ചിരുന്നു. മരക്കൊമ്പ് തുളച്ച് ചുവട്ടിലെ പാത്രത്തിൽ ഇറ്റുവീഴുന്ന കറ ശേഖരിക്കും. അതാണ് കർപ്പൂരം. അതിനും പുറമെ ഈ ദ്വീപിൽ ഭീകരന്മാരായ കണ്ടാമൃഗങ്ങൾ ധാരാളമുണ്ട്. കാളകളെയും പോത്തുകളെയും പോലെ അവ പുല്ല് തിന്ന് നടക്കുന്നു. ഒട്ടകത്തിനേക്കാൾ തടിച്ച ശരീരമാണ് അവയുടേത്. ദുഷ്ടമൃഗമാണ്. കരുത്തുറ്റ കൊമ്പാണ് അതിൻ്റേത്. 10 മുഴം നീളമുള്ള ശരീരം. ഒരാനയെ കൊമ്പിൽ കോർത്തെടുക്കാനുള്ള കരുത്ത് കണ്ടാമൃഗത്തിനുണ്ട്. പക്ഷേ ആനയെ ഉയർത്തിയെടുക്കുമ്പോൾ അതിന്റെ നെയ്യുരുകി കണ്ണിലിറങ്ങി
കണ്ടാമൃഗത്തിന്റെ കണ്ണ് കെട്ടുപോകും. അനങ്ങാനാവാതെ നിൽക്കുന്ന കണ്ടാമൃഗത്തെ രൂഖ് കൊത്തിയെടുത്ത് കൂട്ടിൽ കൊണ്ടുചെന്ന് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി നൽകും. ഞങ്ങൾ അവിടെ കുറെ നാൾ താമസിച്ചു. എന്റെ പക്കലുണ്ടായിരുന്ന രത്നങ്ങൾ വിറ്റ് സ്വർണം വാങ്ങി. ഉദ്ദേശം ഒരു കപ്പൽ നിറയെ സ്വർണം ഞാൻ സമ്പാദിച്ചു. തുടർന്ന് പല നഗരങ്ങളിലും സഞ്ചരിച്ച് അവസാനം അനുഗ്രഹീത നഗരമായ ബസ്ര വഴി ബാഗ്ദാദിലെത്തി. സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നെ ഹാർദമായി സ്വാഗതം ചെയ്തു. എന്റെ സമ്പത്തിൽ നല്ലൊരു ഭാഗം കുടുംബാംഗങ്ങൾക്കും ചങ്ങാതിമാർക്കുമായി ഞാൻ പങ്കുവച്ചു. വീണ്ടും ജീവിതം സുഖസമ്പൂർണമായി. പ്രൗഢസുന്ദരമായ ആ ജീവിതത്തിനിടയിൽ കഴിഞ്ഞകാല ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം ഞാൻ മറന്നു. ഞാൻ മടങ്ങിയെത്തിയ വിവരമറിഞ്ഞ് വന്നവരെല്ലാം എന്റെ വിദേശയാത്രയിലെ വീരസാഹസങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഞാൻ അവർക്ക് നടന്ന സംഭവങ്ങളെല്ലാം അതേപടി വിവരിച്ചു കൊടുത്തു. എന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് കേട്ടറിഞ്ഞവർ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ ആഹ്ലാദപൂർവം അവരെന്നെ ആശീർവദിച്ചു. ഇതാണ് എന്റെ 2ാം കടൽ യാത്രയുടെ അന്ത്യം. നാളെ ഇൻഷാ അല്ലാഹ് എനിക്ക് 3ാം കടൽ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ വിവരിക്കാം.